നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളം നടുക്കിയ ഒരു വാർത്തയായിരുന്നു കിടപ്പുമുറിയിൽ 12 വയസ്സുകാരൻ നേരിട്ട ദുരനുഭവം. കിടപ്പുമുറിയിൽ നിന്ന് മാറാത്തതിന്റെ പേരിൽ 12 വയസ്സുകാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ച മാതാവും ആൺ സുഹൃത്തും അറസ്റ്റിലാകുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അമ്മയാണ് ഒന്നാം പ്രതി, രണ്ടാം പ്രതി മാത്രമാണ് യൂട്യൂബ് ചാനലിലെ ജീവനക്കാരനും കാമുകനുമായ ഈ പ്രതി. എഫ്ഐആറിൽ ഗുരുതര പരാമർശമാണ് ഉള്ളത്. ഒരു പ്രശസ്ത ചാനലിലാണ് ഈ രണ്ടാം പ്രതി ജോലി ചെയ്തത്. 8ാം ക്ലാസ്സിലാണ് ഇരയായ കുട്ടി പഠിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയായ 37കാരിയും സ്വകാര്യ യൂട്യൂബ് ചാനൽ ജീവനക്കാരനായ സുഹൃത്ത് തിരുവനന്തപുരം വാമനപുരം കല്ലറ സൗപർണിക വില്ലയിൽ സിദ്ധാർത്ഥ രാജീവുമാണ് എളമക്കര പോലീസിന്റെ അറസ്റ്റിലാകുന്നത്. രണ്ടാം പ്രതിയുടെ ആക്രമണത്തിൽ നിന്നും കുട്ടിയെ രക്ഷിക്കാൻ ഒന്നാം പ്രതിയായ അമ്മ ഒന്നും ചെയ്യില്ലെന്നും പരാമർശമുണ്ട്. ഒന്നാം പ്രതിയായ അമ്മയോടൊപ്പം മറ്റൊരു മുറിയിൽ രണ്ടാം പ്രതി കിടക്കുമ്പോൾ അതിനിടയിൽ വന്ന 12 വയസ്സുകാരൻ കിടന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. ഇതിന്റെ പ്രതികാരമാണ് അതിക്രമമായി മാറിയത് എന്നും വ്യക്തം. പരാതി കിട്ടിയപ്പോൾ തന്നെ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഭർത്താവുമായ 2021 ബന്ധം വേർപിരിഞ്ഞ യുവതിയും വിദ്യാർത്ഥിയായ മകനും എളമക്കര പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസം. സിദ്ധാർത്ഥ ജോലി ചെയ്യുന്ന യൂട്യൂബ് ചാനൽ കൊച്ചിയിലാണുള്ളത്. ഒരു മാസമായി യുവതിയുടെ ഫ്ളാറ്റിലാണ് സിദ്ധാർത്ഥ താമസം. കഴിഞ്ഞ 12 രാത്രി ഇവർക്കൊപ്പം കിടന്ന കുട്ടിയോട് മറ്റൊരു മുറിയിൽ പോയി കിടക്കാൻ ഇരുവരും ആവശ്യപ്പെട്ടു. ഇതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് 13 പുലർച്ചെ 3:30 ഉപദ്രവിച്ചത്. സിദ്ധാർത്ഥ ആദ്യം കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചു, പിന്നീട് കഴുത്തിന് പിടിച്ച് തള്ളി. ഇതിനുശേഷമാണ് അമ്മ നഖം ഉപയോഗിച്ച് കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിച്ചത്. വിവരമറിഞ്ഞ കുട്ടിയുടെ പിതാവാണ് എറണാകുളം നോർത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അമ്മയെയും യുവാവിനെയും ഇന്നലെ വൈകിട്ട് കലൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ടും BNS ആക്ടും ചുമത്തി ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുട്ടി നിലവിൽ പിതാവിന്റെ സംരക്ഷണത്തിലാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള പല മോശമായ നിലവാരം കുറഞ്ഞ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിഹിതം നമ്മുടെ നാട്ടിലെ ഒരു കൊലപാതകത്തിന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവിഹിതങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് ഇത്തരത്തിൽ ഉപദ്രവങ്ങളിലും കൊലപാതകങ്ങളിലുമാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനേറെ പറയുന്നു, കുട്ടികൾക്ക് ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്ക് പോലും ഇത്തരം ബന്ധത്തിൽ തടസ്സം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും കുട്ടി നിലവിൽ പിതാവിന്റെ സംരക്ഷണത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കുട്ടിയുടെ അവസ്ഥയറിഞ്ഞ അച്ഛൻ നേരിട്ടെത്തുമ്പോഴാണ് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നത്. കുട്ടി വീട്ടുതടങ്കലിലായിരുന്നു നടക്കമുള്ള വിവരങ്ങളും വരുന്നുണ്ട്. മാത്രമല്ല, ഇതിനു മുൻപും കുട്ടിക്ക് സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്, ഇയാളും അമ്മയും അറസ്റ്റിലായിട്ടുണ്ട്. ഈ പറയുന്ന ഈ സ്ത്രീയെ ഒന്നും അമ്മ എന്ന് നമുക്ക് വിളിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഒരു അമ്മയ്ക്കും ഇങ്ങനെ ചെയ്യാനും കഴിയുകയില്ല. ഇവർ ഏതായാലും ഒന്നാം പ്രതിയായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കാമുകനെ രണ്ടാം പ്രതിയാക്കിയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്.